മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കൃത്യമായ ഒരു സൈനിക നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടോ എന്നാണ് സംശയിക്കേണ്ടത്. ഇവിടെ ഗുജറാത്ത് തീരത്ത് അടക്കം ആക്രമണം നടത്തുന്നുവെങ്കിൽ അത് കറാച്ചി ഉൾപ്പെടുന്ന ആ ഭാഗത്ത് നിന്നാകണം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോഴും അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഇന്നലെ നമ്മൾ മറുപടി കൊടുത്തത് ഒരു പ്രദേശം എന്നത് കറാച്ചി ആയിരുന്നു എന്നതും പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് കറാച്ചി, ഇസ്ലാമാബാദ്, ലാഹോർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ആണ് ഇന്നലെ സൈന്യം തിരിച്ചടി നൽകിയത്. വ്യോമത്താവളങ്ങൾ അടക്കം ആക്രമിച്ചത്. അവിടെയാണ് കടൽ മാർഗം അടക്കം ആക്രമണം നടത്തുവാനും ആയുധങ്ങൾ എത്തിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു മേഖലയാണ് കറാച്ചി എന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് മുംബൈ തീരം എന്നൊക്കെ പറയാവുന്നത് പോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് കറാച്ചി എന്നത്. അത് ഒരു വാണിജ്യ തലസ്ഥാനമെന്നോ വ്യാപാര തലസ്ഥാനമെന്നോ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കറാച്ചിയിലേക്ക് വളരെ കൃത്യമായ ആക്രമണം നടത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന ഇൻപുട്ടുകൾ. അവിടെ നിന്ന് ഒരു തിരിച്ചടി ഇന്ത്യക്ക് നൽകുവാനുള്ള ശ്രമം ആണ് പാക് സൈന്യം നടത്തുന്നത് എന്നതിൽ നമുക്ക് ഉറപ്പില്ല. പക്ഷേ അത്തരം സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. ഈ അതിർത്തി മേഖലകളിലേക്ക് ഉടനീളം, അതായത് ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് വലിയ തോതിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ ഉള്ള ഒരു സൈനിക നീക്കം നടക്കുന്നു എന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതിന് ഇടയിലായിരുന്നു അപ്രതീക്ഷിതമായ നീക്കങ്ങൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരുന്നത്, ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യവുമായി ആശയവിനിമയം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെടിനിർത്തൽ കരാറിലേക്ക് പോയത്. ഏതാണ്ട് 6 മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രി വ്യക്തമാക്കിയത് 5 മണിയോടുകൂടി തന്നെ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ്. പക്ഷേ മണിക്കൂറുകൾ മാത്രമേ ആ വെടിനിർത്തൽ കരാറിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതാണ്ട് 8 മണി 9 മണിക്ക് മുമ്പ് തന്നെ പാകിസ്ഥാൻ ആക്രമണം ആരംഭിച്ചു. അതും ശ്രീനഗർ പോലെയുള്ള ഒരു പ്രദേശത്തേക്ക്. ആദ്യം പുറത്തു വന്നത് ശ്രീനഗറിൽ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരം ആയിരുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീനഗർ പോലെയുള്ള ഒരു മേഖലയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ അടക്കം പറത്തിവിടുമോ? കാരണം ഈ വ്യോമപാത അല്ലെങ്കിൽ ആകാശ ദൂരം എന്നത് തന്നെ ഏതാണ്ട് 100 കിലോമീറ്ററിന് മുകളിൽ ആണ് പാകിസ്ഥാൻ അതിർത്തിയുമായി വിലയിരുത്തുമ്പോൾ. അപ്പോൾ അത്രയും ദൂരെയുള്ള ഒരു പ്രദേശത്തേക്ക് പാകിസ്ഥാൻ സൈനികമായ ഒരു നീക്കമാണോ നടത്തിയത്? അതിനപ്പുറത്ത് ആ മേഖലകളിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണമാണോ എന്ന സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിലൂടെ ചോദിക്കുന്നു, എവിടെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്? വലിയ തോതിലുള്ള ഡ്രോൺ വർഷം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നത്. അതിനുശേഷമാണ് മറ്റു മേഖലകളിൽ നിന്ന് പൂഞ്ച് ഉൾപ്പെടെയുള്ള, രജൌരി ഉൾപ്പെടെയുള്ള, ഉറി പോലെയുള്ള സെക്ടറുകളിൽ നിന്ന് വലിയ തോതിൽ ആക്രമണം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നത്. ഇടയ്ക്ക് പഞ്ചാബിലേക്കും ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത്, ഹരിയാനയിലെ അംബാലയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത്, നേരത്തെ ഗുജറാത്തിൽ അടക്കം ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. എന്തായാലും ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ ഈ ഡ്രോണുകളെ ചെറുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷം ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചതായുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് തിരിച്ചടിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും ഇന്ത്യൻ സേന അത് സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ വിവരങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യുന്നത് ഏറെ വൈകിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് കാത്തിരിക്കേണ്ടതായി വരുന്നത്. ഇന്ത്യ തിരിച്ചൊരു സൈനിക നീക്കത്തിന് മുതിരുന്നുണ്ടോ? അധികം അന്താരാഷ്ട്ര സമൂഹം അടക്കം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ എന്നത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ കൂടുതൽ അതിനെ ബഹുമാനിക്കുന്ന തരത്തിൽ, അതായത് ഒരു കരാർ നിലവിൽ വന്നതിന് ശേഷം ഇങ്ങനെ വയലേഷൻ നടത്തുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധിപ്പിക്കുമോ? അതിനുശേഷമായിരിക്കുമോ ഒരു തുടർ നീക്കങ്ങൾക്ക് ഇന്ത്യ തയ്യാറാവുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്